എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കോളൂ. 2 സമചതുര കട്ടകൾ ഒരേ സമയം എറിയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ദുഃഖങ്ങൾ വരാനുള്ള സാധ്യത എത്രയാണ് എന്നാണ് ചോദ്യം. ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഡബ്ലറ്റ് ആണ് കേട്ടോ. ഡബ്ലറ്റ് വരാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, 1/6 ആണ് ആൻസർ വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എങ്ങനെ ആണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേവറബിൾ ബൈ ടോട്ടൽ ആണ്. 2 ഡൈസ് ആണ് ത്രോ ചെയ്യുന്നത്. 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 36 പോസിബിലിറ്റീസ് ഉണ്ടാവും. ഡബ്ലറ്റ്സ് വരാനുള്ളത് ഏതൊക്കെയാണ്? 2 ഡൈയിലും ഒരേ നമ്പർ വരികയാണെങ്കിൽ അതിനെയാണ് ഡബ്ലറ്റ് എന്ന് വിളിക്കുക. ശരിയല്ലേ? ഇപ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം ആൻഡ് 6 വരാം. അപ്പോൾ ഫേവറബിൾ ആയിട്ട് എത്ര കേസുകളുണ്ട്? 6 കേസുകളുണ്ട്. കട്ട് ചെയ്തെടുത്താൽ 1/6 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദ്വിഘങ്ങൾ ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? 1/6 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. mu1' is equal to 1, mu2' is equal to 7, mu3' is equal to 38 ആയ ആവൃത്തി വിതരണത്തിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്യൂനതയുടെ ഗുണാങ്കം എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ്. ഗുണാങ്കം എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് എന്താണെന്നാണ് ചോദ്യം. കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ്. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? β1 is equal to mu3 square by mu2 cube അല്ലേ? mu3 square divided by mu2 cube ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. mu3 square by mu2 cube. സോ 1/1 ആയിട്ട് കണ്ടുപിടിച്ചോളൂ. mu2 എന്ന് പറഞ്ഞാൽ എന്താണ്? mu2 is equal to mu2' minus mu1' whole square and that's equal to 7 minus mu2' 7 ആണ്, mu1' 1 ആണ്, 1 square, 7 minus 1 6 ആണ് ആൻസർ വരിക. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് mu3 അല്ലേ? mu3 കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചിരിക്കുക. mu3 is equal to, mu3യുടെ ഫോർമുല എന്താണ്? mu3 is equal to mu3' minus 3 into mu2' mu1' plus 2 into mu1' cube. ഓക്കെ, സോ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu3' എന്ന് പറഞ്ഞാൽ എന്താണ്? 38 minus 3 into mu2' 7, mu1' 1 plus 2 into mu3' 38. സോ mu1' 1 ആണ്, 1 ക്യൂബ് ആണ് വരിക. 2 into 1 ക്യൂബ്. ശരിയാണല്ലോ? 2 into 1 ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 38 മൈനസ് 37 21 പ്ലസ് 2 എന്ന് വരും. സോ 17 പ്ലസ് 2 19 ആണ് ആൻസർ വരിക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് mu2 ആയിട്ടുണ്ട്, mu3 ആയിട്ടുണ്ട്. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് കണ്ടുപിടിക്കാമല്ലോ. β1 is equal to mu3 സ്ക്വയർ. mu3 എന്ന് പറയുന്നത് 19 ആണ്. 19ൻ്റെ സ്ക്വയർ ബൈ mu2 ക്യൂബ്. mu2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6ൻ്റെ ക്യൂബ്. 19ൻ്റെ സ്ക്വയർ എത്രയാണ്? 361. ശരിയല്ലേ? 361 ബൈ 6ൻ്റെ ക്യൂബ് 216. സോ 361 ബൈ 216 ആണ് നമുക്ക് ആൻസർ വരിക. 1.67 വരും ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഹരിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓപ്ഷൻ ബി 1.67 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു സമചതുരക്കട്ട 8 പ്രാവശ്യം എറിയുന്നു. 1 അല്ലെങ്കിൽ 3 എന്നീ സംഖ്യകൾ ലഭിക്കുന്നത് വിജയമായി കണക്കാക്കിയാൽ വിജയത്തിൻ്റെ മാനക വ്യതിയാനം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു സമചതുരക്കട്ട എത്ര പ്രാവശ്യമാണ് എറിയുന്നത്? 8 പ്രാവശ്യമാണ് എറിയുന്നത്. 1 അല്ലെങ്കിൽ 3 എന്നീ സംഖ്യകൾ ലഭിക്കുന്നതാണ് നമ്മൾ വിജയമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 8 തവണയാണ് എറിയുന്നത്. 1 അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലാണ്, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം. n is equal to 8. പ്രോബബിലിറ്റി ഓഫ് സക്സസ് 1 അല്ലെങ്കിൽ 3. 2 പോസിബിലിറ്റീസ് ആണുള്ളത്. കട്ട് ചെയ്തെടുത്താൽ 1/3 വരും.
പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ കണ്ടുപിടിച്ച് വെച്ചോളൂ. ക്യൂ എന്ന് പറഞ്ഞാൽ 1 - p ആണ്. സോ 1 - 1/3 ആൻസർ എന്താണ് വരിക? 2/3. പ്രോബിലിറ്റി ഓഫ് സക്സസ് ആയിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിട്ടുണ്ട്, നമ്പർ ഓഫ് ട്രയൽസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയത്തിൻ്റെ മാനക വ്യതിയാനം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അറിയാലോ. മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ NPQ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് NPQ ആണ്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? റൂട്ട് ഓഫ് NPQ ആണ്. സോ മാനക വ്യതിയാനം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് NPQ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 × 1/3 × 2/3. ഓക്കെ ആണല്ലോ. സോ റൂട്ട് 16/9 4/3 ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ എ 4/3 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നാലാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണെന്നാണ് ചോദ്യം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. നമുക്കറിയുന്ന ഇക്വേഷനാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇനി നമുക്ക് അവർ പറഞ്ഞു തരുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അതായത് ഇപ്പോൾ എ സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് ബി സെറ്റിൻ്റെ ഉള്ളിലാണ്. ശരിയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എക്കും ബിക്കും കൂടെ കോമൺ ആയിട്ടുള്ള പോർഷനാണ് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എ തന്നെ ആയിരിക്കും അല്ലേ? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെയായിരിക്കും ആൻസർ കിട്ടുക. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ തന്നെയാവും ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, സോ ഓപ്ഷൻ ബി പ്രോബബിലിറ്റി ഓഫ് എ ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നാലാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. 20 കുട്ടികളുടെ മാർക്കിൻ്റെ ആവൃത്തി വിതരണം തന്നിട്ടുണ്ട്. ആവൃത്തി വിതരണമാണ് തന്നിട്ടുള്ളത്. ഈ വിതരണത്തിൻ്റെ മാധ്യം എത്രയാണ്, മീൻ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ 20 കുട്ടികളുടെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി ആവൃത്തി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടണം. ശരിയല്ലേ? സിഗ്മ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 20 കിട്ടണം. സോ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് x+1 ഹോൾ സ്ക്വയർ പ്ലസ് 2x - 5 പ്ലസ് x² - 3x പ്ലസ് x ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരണം? 20 വരണം. സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എക്സ് വെച്ചിട്ട് ആവൃത്തി ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ xi/fi ബൈ സിഗ്മ fi വെച്ചിട്ട് മാധ്യം മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2x പ്ലസ് 1 ആണ്. പ്ലസ് 2x - 5 പ്ലസ് x² - 3x പ്ലസ് x ഇസ് ഈക്വൽ ടു 20. നോക്കിക്കേ, x² x² കൂട്ടി 2x². ഇനി 2x 2x കൂട്ടി 4x. 4x നിന്ന് 3x കുറച്ച് കഴിഞ്ഞാൽ 1x. 1xൻ്റെ കൂടെ എക്സും കൂടെ കൂട്ടി 2x. അപ്പോൾ ആക്ച്വലി നെറ്റ് എഫക്റ്റ് 2x ആണ് നമുക്ക് വരിക. ശരിയാണോ നോക്കണേ? 2 2 4 4 1 5 3 കുറച്ച് 2. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് 1 - 5. ശരിയാണല്ലോ? 1 - 5. 1 - 5 എന്ന് പറഞ്ഞാൽ -4. -4 അപ്പുറത്തേക്ക് വരുമ്പോൾ 20ൻ്റെ കൂടെ കൂട്ടി 24 വരും. ഓക്കെ, 2 കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ x² പ്ലസ് x ഇസ് ഈക്വൽ ടു 24. ഇങ്ങനെയാണ് വരിക. യെസ്. സോ കട്ട് ചെയ്യുന്നുണ്ട്. 2 കൊണ്ട് കട്ട് ചെയ്താൽ 24 എന്നുള്ളത് 12 ആകും കേട്ടോ. 24 12 ആകും. ത്രൂ ഔട്ട് 2 കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. x² പ്ലസ് x ഇസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ആവുന്ന നമ്പേഴ്സാണ് നമുക്ക് നോക്കേണ്ടത്. x² പ്ലസ് x, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് x - 12 ഇസ് ഈക്വൽ ടു 0 ആണ്. സം എടുത്തു കഴിഞ്ഞാൽ 1 വരണം. പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ -12 വരണം. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 4 ആണ് നമ്പേഴ്സ്. ഇനി ചിഹ്നം ശ്രദ്ധിക്കുക. സം 1. അപ്പോൾ -3ഉം 4ഉം ആണ് നമ്പേഴ്സ്. -3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1 വരും. -3ഉം 4ഉം ഗുണിച്ച് കഴിഞ്ഞാൽ -12 വരും.
അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും എക്സിൻ്റെ വാല്യൂസ്. -3യുടെ ഓപ്പോസിറ്റ് സൈൻ 3, 4ൻ്റെ ഓപ്പോസിറ്റ് സൈൻ -4. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 - 4 ആണ് ആൻസർ കിട്ടുക, റൂട്ട്സ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് -4 നമുക്ക് എടുക്കാൻ പറ്റില്ല, നെഗറ്റീവ് ആയതുകൊണ്ട്. സോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3 ആണ്. 3 ഇസ് ദ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. ഓക്കെ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? 3 ആണ്. പിടികിട്ടിയോ? അപ്പോൾ ഞാൻ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവൃത്തി ഒന്ന് എഴുതി വയ്ക്കാം. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 + 1 സ്ക്വയർ 4 സ്ക്വയർ 16. ഓക്കെ, ഇനി 2 × 3 -5, 23, 6ൽ നിന്ന് 5 കുറച്ച് 1. ഇനി 3 സ്ക്വയർ -3 0. ഇനി ഇവിടെ 3 വരും. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ടോ നോക്കുക, 20 കിട്ടുന്നുണ്ടോ നോക്കുക. 16 1 17 3 20. സെറ്റാണേ. സോ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇത് വെച്ചിട്ടുള്ള മാധ്യമാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ xi fi ബൈ സിഗ്മ fi. സിഗ്മ fi 20 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി സിഗ്മ xi fi ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2 × 16 പ്ലസ് 3 × 1 പ്ലസ് ഫ്രീക്വൻസിയും എന്താണ് ഒബ്സർവേഷൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത 5 × 0 അല്ലെ 5 × 0 പ്ലസ് ആൻഡ് ഫൈനലി എന്തും കൂടെ വരുന്നുണ്ടാവും 7 × 3. ഹോൾ ബൈ എത്രയാണ് വരിക? 20 ആണ് വരിക. ശരിയല്ലേ? ഹോൾ ബൈ 20. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 6 6 12ന് 2 ശിഷ്ടം 1 32 പ്ലസ് 3 പ്ലസ് 21 ബൈ 20. ഓക്കെ, 3 2 5 1 6, 3 2 5 56 ബൈ 20. 56 ബൈ 2 ഗുണം 10. 56ൻ്റെ പകുതി എടുത്താൽ 2 4 ശിഷ്ടം 1 16, 8 16, 28 ബൈ 10 2.8 വരും ആൻസർ. സോ 2.8 ആണ് നമുക്ക് ആൻസർ എന്ത് വരിക? മീനായിട്ട് വരുന്നുണ്ടാവുക. 2.8 ഉണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ ഡി 2.8 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണേ, ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വന്നത് 2.8 ആണ് കേട്ടോ. എത്രാമത്തെ ചോദ്യമായിരുന്നു? 5ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കേ. എ ബി എന്നിവ ഒരു സാമ്പിൾ മേഖലയിലെ 2 സംഭവങ്ങളാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി 0.6ഉം പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ 0.3ഉം പ്രോബബിലിറ്റി ഓഫ് എ 0.1ഉം ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ശരിയാണല്ലോ? അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഇനി പ്രോബബിലിറ്റി ഓഫ് കോംപ്ലിമെൻറ്റ് തിയറി, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അപ്പോൾ അത് പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. പ്രോബബിലിറ്റി ഓഫ് എ നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ. പ്രോബബിലിറ്റി ഓഫ് ബിയും വേണം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും വേണം. അതിനുള്ള ക്ലൂസ് ആണ് അവർ തന്നിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ളൊരു ക്ലൂ നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ളത് 0.3 ആണ്. അതെങ്ങനെ യൂസ് ആവാം നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 0.3. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0.3. അപ്പോൾ അവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് കിട്ടുക? 0.3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ് കിട്ടുക. ശരിയല്ലേ? സോ അതായത് 0.3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് അറിയുന്നുണ്ട് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ 0.1 ആണ്. 0.3 ഇൻറ്റു 0.1 0.03 വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവർ നെക്സ്റ്റ് തന്നിട്ടുള്ള ഡേറ്റ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണെന്ന് തന്നിട്ടുണ്ട്. 6 ആണ്, 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു 0.6. ദിസ് ഇംപ്ലൈസ്
പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0.6. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ട പ്രോബബിലിറ്റി ഓഫ് ബിയും കൂടെയാണ് വേണ്ടത്. ഫ്രം ദിസ് പ്രോബബിലിറ്റി ഓഫ് ബി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ 0.6. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ പി ഓഫ് ബി ഇങ്ങോട്ടേക്ക് എടുത്തു, 0.6 താഴേക്ക് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ 0.6. ഇനി നിങ്ങൾ നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, 0.03 ബൈ 0.6. എന്താണ് വരിക? മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/60 അല്ലേ? 3/60 കട്ട് ചെയ്തെടുത്താൽ 1/20 എന്ന് വരും. ഓക്കെ, അതായത് 1/2 ഇൻറ്റു 10 എന്ന് എഴുതാം. 1/2 എന്നുള്ളത് 0.5 ആവും ബൈ 10. 0.5/10 എന്ന് പറഞ്ഞാൽ 0.05 ആണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാം ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യനിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 0.1. പ്രോബബിലിറ്റി ഓഫ് ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാണ്? 0.05 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.03. സോ 1 മൈനസ് 0.15 മൈനസ് 0.03 is equal to 1 minus 0.12 is equal to 0.88 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 0.88 is the required solution. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ 0.88 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. എയും ബിയും സ്വതന്ത്ര സംഭവങ്ങളാണ്. സ്വതന്ത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണ് എന്നാണ് മീനിങ് അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റുകളാണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് 2/3 പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 2/7 ആയാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്നാണ് ചോദ്യം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് then probability of a intersection b is equal to probability of a into probability of b ആണെന്നറിയാം. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റുകളാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷെ നമുക്കിവിടെ നേരിട്ട് പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം കോംപ്ലിമെൻ്റ് ആണ്. പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് 2/3 തന്നിട്ടുള്ളത്. പി ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുത്താൽ മതി? 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. കാരണം പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസും നോൺ ഒക്കറൻസും കൂട്ടിയാൽ 1 ആണ്. അപ്പം നോൺ ഒക്കറൻസ് ആണ് തന്നിട്ടുള്ളത്. ഒക്കറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് 1 കുറച്ചാൽ മതി. 1 മൈനസ് 2/3 ആൻസർ എന്ത് വരും? 1/3. സോ 1/3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 2/7. 7 minus 2/7 5/7. So 1/3 into 5/7 5/21 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? 5/21. ഓപ്ഷൻ എ 5/21 is the required solution. ഇതായിരുന്നു നമ്മുടെ 7ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സാധ്യതാ വിതരണത്തിൻ്റെ എക്സിൻ്റെ ഗണിത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണോ അല്ലേ? എന്താണ് വരിക? 1 ഇൻറ്റു 1/2 പ്ലസ്
2 into 1/3 plus 3 into 1/6. So 1/2 plus 2/3 plus 3/6 എന്നുള്ളത് കട്ട് ചെയ്ത് 1/2 ആക്കാം. 1/2 ഹാഫും കൂട്ടി 1 plus 2/3 ആൻസർ വരിക 5/3 ആണ് അല്ലേ. 3 2 5/3. ഓപ്ഷൻ സി 5/3 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണോ നോക്കിക്കോണേ. ഫോർമുലയൊക്കെ അറിയാലോ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസിൻ്റെ ഫോർമുല. അപ്പോൾ അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഓക്കെ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ റൂട്ട് വേരിയൻസ് ഓഫ് എക്സ്. ഫോർമുലാസ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അവരെന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? എക്സ്പെക്ടേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. മാധ്യം 18 മധ്യാങ്കം 22 ആവൃത്തി വിതരണത്തിൻ്റെ ബഹുലകം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ. സോ നോക്കി നോക്കാം. അതായത് ബഹുലകം കണ്ടുപിടിക്കണമെങ്കിൽ മാധ്യവും മധ്യാങ്കവും ബഹുലകവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല 3 മീഡിയൻ ഇസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് മോഡ് എന്നുള്ള ഫോർമുലയാണ്. ഓക്കെ. 3 ഇൻറ്റു മീഡിയൻ 22 പ്ലസ് 2, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മീൻ 18 പ്ലസ് മോഡ്. മോഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചെയ്യാലോ, എളുപ്പമല്ലേ. സോ മോഡ് ഇസ് ഈക്വൽ ടു, ഇതെന്താണ്? എംപിരിക്കൽ ഫോർമുലയാണ് കേട്ടോ. എംപിരിക്കൽ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. ദ റിലേഷൻ കണക്റ്റിംഗ് മീൻ മീഡിയൻ ആൻഡ് മോഡ്. എംപിരിക്കൽ ഫോർമുല മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ 3 മീഡിയൻ ഇസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് മോഡ് എന്നുള്ളതാണ്. സോ 3 ഇൻറ്റു മീഡിയൻ 22 പ്ലസ് 2 ഇൻറ്റു മീൻ 18 പ്ലസ് മോഡ്. അപ്പോൾ അവിടുന്ന് മോഡ് ഇസ് ഈക്വൽ ടു 66 മൈനസ് 36 എത്രയാണ് വരിക? 30 ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ എ 30 നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ദെൻ അടുത്ത പാർട്ടുമായിട്ട് MCQ ഡിസ്കഷൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.